Hello everyone, welcome back to my channel. എൻ്റെ പേര് ലക്ഷ്മി മായ. For people who don't know me, I am an ex-cabin crew member. ഞാൻ Kingfisher, Go Air, Air India, Etihad Airways and Jet Airways cabin crew ആയിട്ട് fly ചെയ്തിട്ടുണ്ട്. So today's video is going to be about a few secrets only cabin crew know. നമ്മൾ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് അറിഞ്ഞൂടാത്ത ചില സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. So today I'm going to be revealing those secrets with you guys. Stay tuned. Flight attendants, take up position. ആദ്യത്തെ സീക്രട്ട് ഇസ് ചൈംസ്. നമ്മൾ ഫ്ലൈറ്റിനകത്ത് കയറുമ്പോൾ ടിങ് ഡോങ് ടിങ് ഡിങ് ടിങ് ടിങ് ഡിങ് ഇങ്ങനെ പല പല ചൈംസ് കേൾക്കാറുണ്ട്. പക്ഷേ പാസഞ്ചേഴ്സ് ഡസൻറ്റ് നോ വൈ ദീസ് ചൈംസ് ആർ ഫോർ. ഓരോ ചൈംസിനും ഓരോ കാര്യങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ടിങ് ഡോങ് ചിലപ്പോൾ ക്രൂ ടു ക്രൂ കോൾ ആയിരിക്കും, ക്യാപ്റ്റൻ ക്രൂവിനെ വിളിക്കുന്നതായിരിക്കും, അതിൻ്റെ കൂടെ ഒരു ലൈറ്റ്സും കാണും, ഇങ്ങനെ ലൈറ്റൊക്കെ ബ്ലിങ്ക് ചെയ്യും. സോ ഈ തരത്തിലുള്ള സിഗ്നൽസ് കൊണ്ടാണ് ഫ്ലൈറ്റിനകത്തുള്ള കോളും കമ്മ്യൂണിക്കേഷനും നടക്കുന്നത്. നമുക്കിപ്പം ഫ്രണ്ടിലുള്ള ക്രൂവിന് ബാക്കിലുള്ള ക്രൂവിൻ്റെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ഫോൺ വഴി വിളിച്ച് പറഞ്ഞാൽ പോരെ. അവിടുത്തെ റിംഗ് ടോണാണ് ഈ ടിങ് ടോങ് ഒക്കെ കേൾക്കുന്നത്. പിന്നെ നമ്മുടെ സീറ്റ് ബെൽറ്റ് സൈൻ ഓഫ് ആകുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ നോ സ്മോക്കിംഗ് സൈനൊക്കെ ഓഫ് ആകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സിഗ്നൽസ് നമ്മുടെ ഫ്ലൈറ്റിൽ ഓഫ് മോണോ ഒക്കെ ആകുമ്പോഴാണ് ഈ ടിങ് ടോങ് എന്നൊക്കെ ഉള്ള പല പല ശബ്ദങ്ങളും കേൾക്കുന്നത്. രണ്ടാമത്തെ കാര്യം ലാവറ്ററി ഡോർ. നമ്മൾ ഫ്ലൈറ്റിലുള്ള ടോയ്ലറ്റിൻ്റെ പേരാണ് ലാവറ്ററി. വൺസ് യു ബിക്കം എ ക്രൂ യു വിൽ ഗെറ്റ് യൂസ് ടു ടോക്കിംഗ് ദ എയർലൈൻ ടെർമിനോളജീസ്. ഞാൻ എയർലൈൻ ടെർമിനോളജീനെ പറ്റി ഒരു വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഐ വിൽ പുട്ട് ദ ലിങ്ക് ഡൗൺ ബിലോ. അപ്പോൾ എയർലൈൻ ടെർമിനോളജിയിൽ ടോയ്ലറ്റിന് പറയുന്ന പേരാണ് ലാവറ്ററി അല്ലെങ്കിൽ ലാബ്. ഈ ടോയ്ലറ്റ് ഡോറ് അകത്ത് നിന്ന് നമ്മൾ പൂട്ടിക്കഴിഞ്ഞാൽ സേഫായിട്ട് നമ്മൾ ടോയ്ലറ്റിൽ പോകുന്നു എന്നാണ് നമ്മളുടെ എല്ലാവരുടെയും വിചാരം. പക്ഷേ ഈ ടോയ്ലറ്റ് ഡോറ് വെളിയിൽ നിന്നും ഒരാൾക്ക് തുറക്കാൻ പറ്റും. ഈ വെളിയിൽ നിന്നും തുറക്കാൻ പറ്റുന്നത് ക്രൂവിന് മാത്രമേ അറിയാവൂ. അതിൻ്റെ ഒരു ടെക്നിക്ക് വളരെ ഈസിയാണ്. ഒരു സാധനം ഉണ്ട്, അതിങ്ങനെ പൊക്കിയിട്ട് ടക്കേന്ന് തുറക്കാം. എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ ക്രൂവിനകത്ത് കയറി ഹെൽപ്പ് ചെയ്യണം എങ്കിൽ വി ഹാവ് ടു ഗെറ്റ് ഇൻസൈഡ്, റൈറ്റ്? സോ ഫ്ലൈറ്റിലെ ടോയ്ലറ്റ് ഡോറ് വെളിയിൽ നിന്നും തുറക്കാൻ പറ്റും. അപ്പോൾ അടുത്ത സീക്രറ്റ് ഇസ് ലൈഫ് ജാക്കറ്റ്. എല്ലാ പാസഞ്ചേഴ്സിൻ്റെയും സീറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഏരിയയിൽ, ഇപ്പോൾ ബിസിനസ് ക്ലാസ്സിലാണെങ്കിൽ ഹാൻഡ് റെസ്റ്റിൻ്റെ അടിയിലായിരിക്കും, എക്കോണമി ക്ലാസ്സിൽ ചില ഫ്ലൈറ്റിൽ നമ്മൾ ഫ്രണ്ടിൽ തന്നെ വെച്ചിരിക്കും, ചില ഫ്ലൈറ്റിൽ നമ്മുടെ സീറ്റിൻ്റെ അടിയിലായിരിക്കും. സോ എല്ലാ ഫ്ലൈറ്റിലും ഈ ലൈഫ് ജാക്കറ്റ് നമ്മളെ ഫ്ലൈറ്റിൽ ഓരോ സീറ്റിൻ്റെയും അടിയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് ഒരു പോളിസിയാണ്. അത് മിക്കവാറും ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. അത് മാത്രമല്ല ആരും അത് നോക്കാറുമില്ല. സേഫ്റ്റി ഡെമോൺസ്ട്രേഷൻ പറയുമ്പോൾ നമ്മളതിനെപ്പറ്റി എടുത്ത് പറയുന്നതാണ്, പക്ഷേ നോ ബഡി കെയർസ് അബൌട്ട് ഇറ്റ്. ബട്ട് ഫ്രം നൗ ഓൺവേർഡ്സ് ഇഫ് യു ഗോണ ബി ഫ്ലൈയിങ്, ക്രൂ ആയിട്ടാണെങ്കിലും പാസഞ്ചർ ആയിട്ടാണെങ്കിലും പ്ലീസ് മേക്ക് ഷുവർ വേ യുവർ ലൈഫ് ജാക്കറ്റ് ഇസ്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും വെള്ളത്തിൽ ലാൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടണ്ടേ? അപ്പോൾ ലൈഫ് ജാക്കറ്റ് എടുത്തിടണമല്ലോ. ചില ഫ്ലൈറ്റിലില്ല, ഇത് അടിച്ചു മാറ്റിക്കൊണ്ട് ആളുകൾ പോകാറുണ്ട്. ഇത് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുമ്പോഴത്തേക്കും നമ്മളൊരു റെഗുലർ ചെക്കപ്പ് നടത്തി എൻജിനീയേഴ്സ് അതിനകത്ത് റീപ്ലേസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. പക്ഷെ പാസഞ്ചേഴ്സ് അറിയാത്ത സ്ഥലത്ത് വെക്കുന്നത് ഈ ഒരു റീസൺ കൊണ്ടും ആയിരിക്കാം. ഫ്ലൈറ്റിനകത്തുനിന്ന് ഒരു സാധനം പാസഞ്ചേഴ്സ് എടുത്തുകൊണ്ട് പോകാൻ പാടില്ല എന്നാണ്. പക്ഷേ ദർ ആർ പീപ്പിൾ ഹൂ ആർ സ്മാർട്ട് ഇനഫ് ആൻഡ് ടേക്ക് ഇറ്റ് ആൻഡ് ഗോ ആസ് വെൽ. അടുത്തൊരു കാര്യം ഇസ് ഓക്സിജൻ മാസ്ക്. എല്ലാ ഫ്ലൈറ്റിലും എല്ലാ സീറ്റിൻ്റെ മണ്ടയിൽ ഓക്സിജൻ മാസ്ക് ഉണ്ട്. ഒരെണ്ണമല്ല, രണ്ടെണ്ണമല്ല, മൂന്നെണ്ണം. അല്ല, 3 പേരിരിക്കുന്ന സീറ്റാണെങ്കിൽ അവിടെ 4 എണ്ണം കാണും മിക്കവാറും. കാര്യം വെച്ചാൽ ഒരു എക്സ്ട്രാ ഓക്സിജൻ മാസ്കും അവിടെ കാണും. ഓക്സിജൻ മാസ്ക് എപ്പോഴും നമ്മളുടെ മേളിൽ കൺസീൽഡ് ആയിട്ട് വെച്ചിരിക്കും. പാസഞ്ചർ സർവീസ് യൂണിറ്റ് അല്ലെങ്കിൽ PSU എന്ന് പറയുന്ന സംഭവത്തിനകത്ത് കൺസീൽഡ് ആയിട്ടാണ് ഈ ഓക്സിജൻ മാസ്ക് ഇരിക്കുന്നത്. നമ്മുടെ ക്യാബിൻ പ്രഷർ ഒരു പെർട്ടിക്കുലർ ഫീറ്റിനനുസരിച്ചാണ് നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. കാര്യം നമ്മൾ മേളിലോട്ട് പോകുന്ന ഒരു ഓക്സിജൻ്റെ ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. സോ വി വോണ്ട് ബി ഏബിൾ ടു ബ്രീത്ത്. അപ്പോൾ പ്രഷറൈസേഷൻ ഓഫ് ദ ക്യാബിൻ കുറഞ്ഞ് എന്തെങ്കിലും ഒരു കാരണവശാൽ വരികയാണെങ്കിൽ, ഒരു വിൻഡോ ക്രാക്കോ ഡീകംപ്രഷൻ എന്തിനാണ് പറയുന്നത്, ഡീകംപ്രഷൻ വരികയാണെങ്കിൽ ഓക്സിജൻ നമ്മുടെ ക്യാബിനിൽ കുറഞ്ഞു വരുമ്പോൾ ഒരു പെർട്ടിക്കുലർ ലെവൽ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഓക്സിജൻ മാസ്ക് താഴേക്ക് വരും. ഈ ഓക്സിജൻ മാസ്കിൽ ഒരെണ്ണം പിടിച്ച് വലിക്കുമ്പോൾ തന്നെ ഈ 3 ഓക്സിജൻ മാസ്കും വർക്ക് ചെയ്യും. ചില എയർക്രാഫ്റ്റിൽ അങ്ങനെയാണ്. ചില എയർക്രാഫ്റ്റിൽ ഓരോ ഇൻഡിവിജ്വൽ ഓക്സിജൻ മാസ്ക് നമ്മൾ വലിക്കും തോറുമാണ് ഓക്സിജൻ വരുന്നത്. ദിസ് ഓക്സിജൻ കുഡ് ലാസ്റ്റ് ഫോർ 18 to 22 minutes. ഇത് എല്ലാ എയർക്രാഫ്റ്റിലും സെയിം അല്ല. ചെറിയ എയർക്രാഫ്റ്റിൽ വേറൊരു രീതിയിലായിരിക്കും, വലിയ എയർക്രാഫ്റ്റിൽ വേറൊരു ടൈമിംഗ് ആയിരിക്കും. സോ ഈ ഓക്സിജൻ ലാസ്റ്റ് ചെയ്യുന്ന സമയത്തിനുള്ളിൽ ഫ്ലൈറ്റ് സേഫായിട്ട് ശ്വസിക്കാൻ പറ്റുന്ന ലെവലിലേക്ക് പൈലറ്റ്സ് ഇറക്കിയിരിക്കണം എന്നാണ്. ദീസ് ആർ ഓൺലി ഫോർ എമർജൻസി സിറ്റുവേഷൻസ്. പക്ഷെ നമ്മൾ എല്ലാ പ്രാവശ്യവും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മളുടെ തൊട്ട് മേളിൽ ഓക്സിജൻ മാസ്ക് ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് തിങ് ഈസ് ട്രേ ടേബിൾ. നമ്മൾ വലിയ കാര്യത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഫ്ലൈറ്റിനകത്ത് കയറി കഴിയുമ്പോൾ നമ്മുടെ ട്രേ ടേബിളൊക്കെ തുറന്നു വെച്ച് അവിടെ കുട്ടികൾ പടം വരയ്ക്കുന്നതോ അല്ലെങ്കിൽ അവിടെ വച്ചിട്ട് കുട്ടികൾക്ക് നമ്മൾ വീട്ടിലൊക്കെ ടേബിളിൽ ആഹാരം എടുത്ത് വെച്ച് നമ്മൾ കൊച്ചുകുട്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സൊക്കെ ടേബിളിൻ്റെ ഒക്കെ മണ്ടയിലാക്കിയൊക്കെ എടുത്ത് കഴിക്കത്തില്ലേ, അങ്ങനെയൊക്കെ വെച്ച് കഴിക്കുന്നത്.
I should say one of the dirtiest place in an aircraft is that tray table. ടോയ്ലറ്റ് പോലെ തന്നെ ഡേർട്ടി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ട്രേ ടേബിൾ. കാരണം ഈ ട്രേ ടേബിൾ ഓരോ ഫ്ലൈറ്റ് കഴിഞ്ഞിട്ടും വളരെ ഫ്യൂ മിനിറ്റ്സ് മാത്രമാണ് ഈ എയർക്രാഫ്റ്റ് ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. കുറേ ആളുകൾ ഇങ്ങനെ ക്ലീനേഴ്സിനെ കയറ്റിയിട്ട് പെട്ടെന്ന് ഷടപടയെന്ന് സ്പീഡ് ചെയ്യുന്ന അവരെ ഫോഴ്സ് ചെയ്താണ് ആ ഫ്ലൈറ്റ് ക്ലീൻ ചെയ്യുന്നത്. സോ ട്രേ ടേബിൾ അവർ ബേസിക്കലി ഒരു ക്ലോത്ത് വെച്ച് പെട്ടെന്ന് അങ്ങ് തുടയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ ട്രേ ടേബിൾ തുടയ്ക്കുന്ന ഇതേ സെയിം ക്ലോത്ത് തന്നെയാണ് എല്ലാ ട്രേ ടേബിളിനും യൂസ് ചെയ്യുന്നത്. സോ എത്ര ഡേർട്ടിയാണ് ആ ട്രേ ടേബിൾ എന്ന് മാത്രം ആലോചിച്ചാൽ മതി. സോ വെനെവർ യു ആർ ട്രാവലിംഗ് ടു ദ നെക്സ്റ്റ് ടൈം ട്രേ ടേബിൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് അവിടെ കുറച്ച് സാനിറ്റൈസർ അടിക്കുകയോ എന്തെങ്കിലുമൊക്കെ വെച്ച് നല്ല വൃത്തിയായിട്ട് തുടച്ചിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ ചിലർ പറയുന്നത് ആ ഫ്ലൈറ്റിൽ ഫുഡ് ഒരു ടേസ്റ്റില്ലെന്ന്, ഒരു വായിക്ക് കൊള്ളില്ലെന്ന്, ഒരുമാതിരി ഇരിക്കുന്നു, ഇത്ര വലിയ എയർലൈൻ ആണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം, ഒരു വായിക്ക് കൊള്ളത്തില്ല. സോ നമ്മുടെ ടേസ്റ്റ് ബഡ്സ് ഡീഹൈഡ്രേറ്റഡ് ആവുന്നത് കാരണമാണ് ഈ ഫുഡ് ടേസ്റ്റി അല്ലാത്തതായിട്ട് നമുക്ക് തോന്നുന്നത്. പക്ഷേ നമ്മളിപ്പോൾ നോർമലായിട്ട് ഓൺ ഗ്രൗണ്ട് ആ ഫുഡ് കഴിക്കുമ്പോൾ ചിലപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. സോ വേറൊരു കാര്യമുണ്ട്, ഇങ്ങനെ ടേസ്റ്റി അല്ലാത്ത ഫീലിംഗ് ആളുകൾക്ക് ഉണ്ടാകും എന്ന് മനസ്സിലാക്കി എയർക്രാഫ്റ്റിനകത്തുള്ള ഫുഡ് വളരെ ഫാറ്റിയും കുറച്ച് ഉപ്പൊക്കെ കൂടുതലിട്ടും കുറച്ച് ടേസ്റ്റ് എൻഹാൻസിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഫുഡ് ഇൻ ഫ്ലൈറ്റ് വരുന്നത്. യോഗ ബിക്കം എ ക്രൂ. ട്രൈ ടു അവോയ്ഡ് എയർക്രാഫ്റ്റ് ഫുഡ്. നമ്മൾ ഇനിഷ്യലി ഫ്ലൈ ചെയ്ത് തുടങ്ങുമ്പോൾ എയർക്രാഫ്റ്റ് ഫുഡ് ഭയങ്കര ടേസ്റ്റ് ആണെന്ന് കുറേ കഴിച്ച് പെട്ടെന്ന് കയറി വണ്ണം വയ്ക്കും. പിന്നെ അവർക്ക് മനസ്സിലാവും ഈ ഫുഡ് ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെ ഉണ്ടാക്കും എന്നുള്ളത്. പിന്നെ മനസ്സിലാക്കി ഇവൻച്വലി എല്ലാ ക്രൂവും ഭയങ്കര ഹെൽത്തിയായി മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്തൊരു കാര്യം, എയർക്രാഫ്റ്റിനകത്ത് ടീ കോഫി ഉണ്ടാക്കി ക്രൂ കൊടുക്കുമല്ലോ. അപ്പോൾ ഈ ടീ കോഫി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ടാപ്പിനകത്തുനിന്ന് വരുന്ന വെള്ളമാണ് എടുക്കുന്നത്. സോ നമ്മുടെ എയർക്രാഫ്റ്റിൻ്റെ വാട്ടർ ടാങ്ക് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വെള്ളം കുടിക്കത്തില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ദേ റിയലി ക്ലീൻ ദാറ്റ് ടാങ്ക്. സോ അപ്പോൾ ആ ടാങ്കിനകത്ത് ഡയറക്റ്റ്ലി വെള്ളം നിറയ്ക്കുന്നു, എന്നിട്ടൊരു ബോയിലർ വഴി പോകുന്നു. അത് തിളച്ച വെള്ളമാണോ വരുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഹൈ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് വരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ സാധാരണ വെള്ളം ചോദിക്കുമ്പോൾ ടാപ്പിൽ നിന്ന് എടുത്ത് തരുന്നെങ്കിൽ കുടിക്കരുത്. ഓൾവേസ് ട്രൈ ടു ഡ്രിങ്ക് മിനറൽ വാട്ടർ ഓൺ ബോർഡ്. നമ്മൾ ഫ്ലൈറ്റിനകത്തുള്ള ടാപ്പിൽ നിന്ന് വരുന്ന വെള്ളം അത്ര നല്ലതല്ല. പിന്നെ അടുത്ത കാര്യം ക്യാബിൻ ക്രൂ സാലറി. ക്യാബിൻ ക്രൂ സാലറിനെ പറ്റി ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ ആരും ക്യാബിൻ ക്രൂ സാലറി ഒന്നും പറയാറില്ല. ഞാനിതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഡൊമസ്റ്റിക് എയർലൈൻസിലും ഇൻ്റർനാഷണൽ എയർലൈൻസിലും ഓബ്വിയസ്ലി ദർ ഇസ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. നമുക്ക് ഡൊമസ്റ്റിക് എയർലൈൻസിൽ സാലറി കുറവാണ്. ഇൻ്റർനാഷണൽ എയർലൈൻസിൽ ആ രാജ്യത്തെ കറൻസിക്ക് അനുസരിച്ചാണ് നമുക്ക് സാലറി കിട്ടുന്നത്. പക്ഷേ യൂഷ്വലി ക്രൂ സാലറി എത്ര കിട്ടുമെന്നൊന്നും പറയാറില്ല. Crew's salary is really high, and when you compare that particular place's salary, ക്രൂവിൻ്റെ സാലറി എന്ന് പറയുന്നത് നല്ല ഒരു എമൗണ്ട് ആണ് ക്യാബിൻ ക്രൂവിന് സാലറി ആയിട്ട് കിട്ടുന്നത്. ഗ്ലോറിഫൈഡ് വെയിട്രസ് എന്നൊരിക്കലും നമുക്ക് ക്യാബിൻ ക്രൂ ജോബിന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ വെളിയിൽ കാണുന്ന ഈ സർവീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ ക്യാബിൻ ക്രൂ ഫ്ലൈറ്റിനകത്തുള്ളത് ഇറ്റ്സ് ഫോർ സേഫ്റ്റി, സെക്യൂരിറ്റി ആൻഡ് ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ കാണും എന്തിനാണ് ക്യാബിൻ ക്രൂ ആക്ച്വലി അവിടെ ഉള്ളത്. So don't underestimate anybody's job, and if the crew is getting paid so much, there is something behind that. They are risking their life, they are risking their health, and they have very important duty on board. പിന്നെ അടുത്ത സീക്രട്ട് ബെഡ്റൂം. ഞാൻ ഇതിൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്ലൈറ്റിനുള്ളിൽ എസ്പെഷ്യലി ഒരു വൈഡ് ബോഡിയുടെ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ വലിയ എയർക്രാഫ്റ്റിലാണെങ്കിൽ ഫ്ലൈറ്റിനകത്ത് ബെഡ്റൂംസ് ഉണ്ടായിരിക്കും. ബെഡ്റൂം ഫോർ ക്രൂ ആൻഡ് ബെഡ്റൂം ഫോർ ക്യാപ്റ്റൻ. അപ്പോൾ ഫ്രണ്ട് ഏരിയയിലും ബെഡ്റൂമുണ്ട്, ബാക്ക് ഏരിയയിലും ബെഡ്റൂമുണ്ട്. ചില എയർക്രാഫ്റ്റിലുള്ള ബെഡ്റൂം ഓവർ ഹെഡ് സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റിനെ പോലെ മേളിലായിരിക്കും. ചില എയർക്രാഫ്റ്റിലുള്ള ബെഡ്റൂം അണ്ടർഗ്രൗണ്ടിലായിരിക്കും. സോ ഈ സീക്രട്ട് ബെഡ്റൂമിലാണ് ക്യാബിൻ ക്രൂ റെസ്റ്റ് ചെയ്യുന്നത്. അടുത്ത സീക്രട്ട് ഫ്ലൈറ്റിനകത്ത് ആക്സ് ഉണ്ടായിരിക്കും. എൻ്റെ ഒരു ഫണ്ണി സ്റ്റോറിയിൽ ഞാൻ ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റിൽ അറ്റ്ലീസ്റ്റ് ഒരു മിനിമം 2 ആക്സ് എങ്കിലും ഉണ്ടായിരിക്കും. എല്ലാ ഫ്ലൈറ്റിലും ഇല്ല. ചെറിയ ഫ്ലൈറ്റിൽ ഒരു ആക്സ് ആയിരിക്കും. വലിയ ഫ്ലൈറ്റിലാണെങ്കിൽ 2-3 ആക്സ് വരെ ഉണ്ടായിരിക്കാം. സോ ഈ സീക്രട്ട് പ്ലേസസിലാണ് ആക്സ് വച്ചിരിക്കുന്നത്. ഒരിക്കലും പാസഞ്ചറിന് കാണാൻ പറ്റുന്ന തരത്തിലല്ല ആക്സ് വെച്ചിരിക്കുന്നത്. ഒന്നുകിൽ കോക്പിറ്റിനകത്തായിരിക്കും, അല്ലെങ്കിൽ ഈ ക്രൂ റെസ്റ്റ് ഏരിയനകത്തായിരിക്കും. ആക്സ് ഫ്ലൈറ്റിൽ എന്തിനാ വച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഅക്സസിബിൾ ആയിട്ടുള്ള കമ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഒന്ന് തുറന്ന് നോക്കണമെങ്കിൽ, ചുമ്മാ തുറന്ന് നോക്കാനല്ല, ഒരു എമർജൻസി സിറ്റുവേഷനിൽ തുറന്ന് നോക്കണമെങ്കിൽ
ഇപ്പോൾ ഒരു ഫയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ ഒരു പാനൽ തുറക്കണം. എയർക്രാഫ്റ്റ് ഒക്കെ കുറേ ഇങ്ങനെ പാനൽസ് പോലെയാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ പാനൽ നമുക്ക് തുറക്കണമെങ്കിൽ പതുക്കെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ തുറന്ന് നോക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ പൊത്ത ഇട്ടിട്ട് അതിനകത്ത് ഫയർ എക്സ്റ്റിങ്വിഷർ അടിച്ച് കയറ്റാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഫ്ലൈറ്റിനകത്ത് ആക്സ് വെച്ചിരിക്കുന്നത്. അല്ലാതെ ആരെ അടിച്ച് കൊല്ലാനോ അല്ലെങ്കിൽ ബാക്കി മറന്നുപോയ ക്യാബിൻ എഞ്ചിനീയറിൻ്റെ പൂട്ട് പൊളിക്കാനോ ഒന്നുമല്ല. അടുത്ത ഒരു സീക്രട്ട് സംഭവമാണ് സ്കൈ മാർഷൽസ്. സ്കൈ മാർഷൽസ് എന്ന് പറയുമ്പോൾ ഫ്ലൈറ്റിനകത്തുള്ള പോലീസ് എന്നാണ് അതിൻ്റെ അർത്ഥം. സെൻസിറ്റീവ് ഏരിയ ലേ, ലഡാക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ യൂഷ്വലി നമ്മുടെ ഫ്ലൈറ്റിൽ സ്കൈ മാർഷൽസ് ഉണ്ടായിരിക്കും. ഈ സ്കൈ മാർഷൽസ് വിൽ ബി എ പാർട്ട് ഓഫ് യുവർ ബ്രീഫിംഗ് ആസ് വെൽ. സോ ബ്രീഫിംഗ് റൂമിൽ തന്നെ ആ സമയത്ത് തന്നെ അവർ വരുന്നതായിരിക്കും. സ്കൈ മാർഷൽസ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അവരിട്ടിരിക്കുന്ന ഉടുപ്പൊക്കെ നമ്മുടെ പാസഞ്ചേഴ്സിൻ്റെ ഉടുപ്പായിരിക്കും. ഒരു പോലീസാണെന്ന് കണ്ടാൽ പോലും പറയാത്ത രീതിയിലുള്ള ഒരു 3-4 പേരായിരിക്കും. അവർക്ക് ഒരു പെർട്ടിക്കുലർ സീറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ പെർട്ടിക്കുലർ സീറ്റ് നമ്പറിലേ ഇരിക്കാൻ പാടുള്ളൂ. ആൽക്കഹോൾ സെർവ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള കുറച്ച് റൂൾസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളുടെ കൂടെ ബ്രീഫിംഗ് റൂമിലൊക്കെ വന്നതിന് ശേഷം പാസഞ്ചേഴ്സിൻ്റെ കൂടെയാണ് കയറുന്നത്. ഞാനൊന്നും അറിഞ്ഞിട്ടില്ലേ എന്നുള്ള ലെവലിലാണ് അവർ ഫ്ലൈറ്റിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ ക്രൂ ഇവരെ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ജസ്റ്റ് ഇൻ കേസ് ഓഫ് ഹൈജാക്ക് ഓർ ജസ്റ്റ് ഇൻ കേസ് എന്തെങ്കിലും ഒരു പ്രശ്നം ഫ്ലൈറ്റിൽ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നിമിഷം ഈ സ്കൈ മാർഷൽസ് ഇടപെടും. സോ ഇത് പെർട്ടിക്കുലർ ഡെസ്റ്റിനേഷൻസ് ഇൻ ഇന്ത്യയിൽ മാൻഡേറ്ററി ആയിട്ട് സ്കൈ മാർഷൽസ് ഫ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും. സോ പാസഞ്ചേഴ്സിന്, ഒരു നോർമൽ പാസഞ്ചറിന് ഇത് ഒരിക്കലും അറിയാത്തൊരു കാര്യമാണ് ഈ സ്കൈ മാർഷൽസ്. അവരുടെ കയ്യിൽ ഗണ്ണും കാണും കേട്ടോ. അപ്പോൾ അവരതൊക്കെ ഹൈഡ് ചെയ്തിട്ട് ഒരു നോർമൽ പാസഞ്ചറിനെ പോലെ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നും പറഞ്ഞിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അടുത്തത് വി ഡു ഹാവ് റിസ്ട്രെയിനിങ് എക്യുപ്മെൻറ്റ്സ് ഓൺ ബോർഡ്. വിലങ്ങ് എന്നൊക്കെ കേട്ടില്ലേ? പ്ലാസ്റ്റിക് സംഭവമാണ്, എന്നാലും നമ്മളെ ഫ്ലൈറ്റിനകത്ത്, എല്ലാ ഫ്ലൈറ്റിനകത്തും റിസ്ട്രെയിനിങ് കിറ്റ് ഉണ്ട്. ഒരു പാസഞ്ചർ ഭയങ്കര ഡിസ്ട്രപ്റ്റീവായിട്ട് ബിഹേവ് ചെയ്യുന്നു, ഫ്ലൈറ്റിൽ കോക്പിറ്റിനകത്ത് കയറാൻ ശ്രമിക്കുന്നു, ഹൈജാക്ക് പോലെയുള്ള ലെവലിലൊക്കെ ആക്ട് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ only with the permission of captain, cabin crew can restrain a passenger. ഇതൊരു സിറ്റുവേഷൻ ഡിഫ്യൂസ് ചെയ്യാൻ പഠിക്കണം ഒരു ക്യാബിൻ ക്രൂ ആയിരുന്ന. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരു സിറ്റുവേഷൻ എക്സലറേറ്റ് ചെയ്യുകയാണെങ്കിൽ, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എത്തുകയാണെങ്കിൽ വി ക്യാൻ ഓൾവേസ് ആൻഡ് വി ഡു ഗെറ്റ് ട്രെയിൻ ഫോർ ദാറ്റ് കേട്ടോ. ഒരാളെ എങ്ങനെ റിസ്ട്രെയിൻ ചെയ്ത് അവിടെ ഇരുത്താം എന്നുള്ളതും നമ്മളെ പഠിപ്പിക്കും ക്യാബിൻ ക്രൂ ട്രെയിനിങ്ങിൽ. ഒരു പ്രാവശ്യം ഈ റിസ്ട്രെയിനിങ് കിറ്റ് വെച്ച് ഒരാളെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ അയാൾ ഇനി എന്തൊക്കെ കരഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയാലും, എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞാലും, you will not remove this restraining kit. You never know what will happen after that, ഇല്ലേ? അപ്പോൾ പിന്നെ നമ്മൾ ലാൻഡ് ചെയ്തതിന് ശേഷം പോലീസൊക്കെ വന്ന് അവരെ ഹാൻഡ് ഓവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ട്രെയിനിങ്ങിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അപ്പോൾ ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ജസ്റ്റ് പുട്ട് എ ബ്ലാങ്കറ്റ് ഓവർ ഹിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആസ് ഐ സെഡ്, നമ്മൾ ഒരു കാരണവശാലും ഒരാളെ റിസ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ആ റിസ്ട്രെയിനിങ് കിറ്റ് കട്ട് ചെയ്ത് അയാളെ ഫ്രീ ചെയ്യത്തില്ല. അത് പോലീസിന് മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ. എക്സെപ്റ്റ് ഫോർ 2 situations. ഒരു സിറ്റുവേഷൻ ഇസ് പ്ലാൻഡ് എമർജൻസി ലാൻഡിങ്. അതായത് നമ്മളൊരു എമർജൻസി ലാൻഡിങ് ചെയ്യുകയാണ്, നമ്മളിപ്പം ഡിച്ച് ചെയ്യാൻ പോവുകയാണ്, വെള്ളത്തിലേക്ക് നമ്മൾ എയർക്രാഫ്റ്റ് ഇറക്കാൻ പോവുകയാണോ, അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് നമ്മൾ ലാൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ക്യാപ്റ്റൻ പറയും നമ്മൾ ക്യാബിനൊക്കെ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യേണ്ട, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് യു ക്യാൻ കട്ട് ദ റിസ്ട്രെയിനിങ് ഡിവൈസ് ഫ്രം ഹിസ് ഹാൻഡ്സ്. ഇല്ല എന്നുണ്ടെങ്കിൽ മെഡിക്കൽ എമർജൻസി, നമുക്കിപ്പോൾ CPR കൊടുക്കണമെങ്കിൽ അയാളുടെ കൈ പിറകെ പിടിച്ച് കെട്ടി വെച്ചിട്ട് പിറകെ ഫ്രണ്ടിൽ ഇരുന്ന് നമുക്ക് CPR കൊടുക്കാൻ പറ്റത്തില്ല. സോ ജസ്റ്റ് ഇൻ കേസ് ഓഫ് എ മെഡിക്കൽ എമർജൻസി ഒബ്വിയസ്ലി യു ക്യാൻ റിമൂവ് ദ റിസ്ട്രെയിനിങ് ഡിവൈസ്. അല്ല എന്നുണ്ടെങ്കിൽ യു ഷുഡ് നെവർ റിമൂവ് ദ റിസ്ട്രെയിനിങ് ഡിവൈസ്. അടുത്ത വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്ലൈറ്റ് ഡു നോട്ട് ഗെറ്റ് ഡിലേഡ് ഇഫ് എ ക്രൂ ഡസൻറ്റ് ഷോ അപ്പ്. ഇപ്പം ഞാൻ ഫ്ലൈറ്റിന് പോകാനായിട്ട് റെഡി ആവുകയാണ്, എനിക്ക് ഇന്ന് ഫ്ലൈറ്റ് തന്നിരിക്കുവാണ്, ഞാൻ ഇപ്പം അബുദാബി ടു ട്രിവാൻഡ്രം ഫ്ലൈറ്റാണ് തന്നിരിക്കുന്നത്. അപ്പം ഞാൻ വലിയ കാര്യത്തിൽ ഇറങ്ങി ഞാൻ പോകാനൊക്കെ പോവുകയാണ്. വഴിയിലെത്തി ഓൾമോസ്റ്റ് എയർപോർട്ട് എത്താറായപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഞാൻ പോകുന്നില്ല, എനിക്ക് വയ്യ, അല്ലെങ്കിൽ എൻ്റെ കാർ ആക്സിഡൻ്റ് ആയി എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെയുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഫ്ലൈറ്റ് എനിക്ക് വേണ്ടി കാത്തിരിക്കത്തില്ല. ലക്ഷ്മി വരാത്തതുകൊണ്ട് ഞാൻ ടേക്ക് ഓഫ് ചെയ്യില്ല എന്ന് ഫ്ലൈറ്റ് പറയത്തില്ല. കറക്റ്റായിട്ട് നമ്മൾ എയർപോർട്ടിൽ സ്റ്റാൻഡ് ബൈ ക്രൂവിനെ വെച്ചിട്ടുണ്ട്. ഈ സ്റ്റാൻഡ് ബൈ ക്രൂ എന്ന് പറയുമ്പോൾ അവർ എയർപോർട്ടിൽ വന്ന് അവിടെ ഇരിക്കണം. എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവരെ ഫ്ലൈറ്റിന് വേണ്ടി പറഞ്ഞേക്കും. സോ സ്റ്റാൻഡ് ബൈ ക്രൂവിനെ വെച്ചിട്ടുണ്ട്. സ്റ്റാൻഡ് ബൈ ക്രൂ അല്ല എന്നുണ്ടെങ്കിൽ ഹോം സ്റ്റാൻഡ് ബൈ ക്രൂവിനെ വെച്ചിട്ടുണ്ട്. അപ്പം ടൈമിംഗ് അനുസരിച്ച് എയർലൈൻ കറക്റ്റായിട്ട് അവരെ വിളിച്ചിട്ട് പറയും, ഓക്കെ നിങ്ങളെ ഈ ഫ്ലൈറ്റിന് പുൾ ഔട്ട് ചെയ്തിട്ടുണ്ട്, ഗെറ്റ് റെഡി ആൻഡ് കം ഫോർ ദ ഫ്ലൈറ്റ്. സോ ഇഫ് എ ക്രൂ ഡസൻറ്റ് ടേൺ അപ്പ്, ഇറ്റ്സ് നോട്ട് ഗോണ ഡിലേ എ ഫ്ലൈറ്റ്.
അപ്പോൾ ഇതൊക്കെയാണ് ഫ്യൂ സീക്രറ്റ്സ് വിച്ച് ഐ പൈൽഡ് അപ്പ് just to share with you guys. I hope you like this video. If you like my video, like, share and subscribe to my channel. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. Bye bye.